ഒരു ആത്മീയ ശുശ്രൂഷകന്റെ ജീവിതത്തിൽ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു മകൻ്റെ മകളുടെ ജീവിതത്തിൽ ഈ രണ്ട് ചിറകുകളും വേണം. നല്ല സ്വഭാവം എന്ന ഒരു ചിറകും നല്ല അഭിഷേകം എന്ന മറ്റൊരു ചിറകും. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ, ആ മനുഷ്യരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത് കർത്താവ് കമ്പയർ ചെയ്യുന്നത് ആ നല്ല പ്രവൃത്തികൾ ഉള്ള ആ വ്യക്തി ഒരു വെളിച്ചമാണെന്നാണ്, ഒരു ലൈറ്റാണ്. എന്താണ് വെളിച്ചത്തിൻ്റെ പ്രത്യേകത? വെളിച്ചം ഇരുട്ടിനെ തോൽപ്പിക്കുന്നതാണ്. വെളിച്ചം വരുന്നിടത്ത് ഇരുട്ട് മാറിപ്പോകും. അപ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ സഭയിൽ, നിങ്ങളുടെ കോളേജിൽ, സ്കൂളിൽ, നിങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ എവിടെയാണോ നിങ്ങൾ ആയിരിക്കുന്നത് അവിടെ നിങ്ങളുടെ പ്രവൃത്തികൾ, നിങ്ങളുടെ സ്വഭാവം നല്ലതാണ് എങ്കിൽ നിങ്ങൾ വെളിച്ചം കൊടുക്കുന്ന, മറ്റുള്ളവരെ നല്ല വഴി കാണിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറാനായിട്ടിടയായിത്തീരും. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവ് വേണം, അഭിഷേകം വേണം. ഇത് നമ്മൾ ഒന്നിനെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയും മറ്റൊന്നിനെ ഇമ്പോർട്ടൻ്റ് അല്ലാതെയും നിങ്ങൾ കാണരുത്. അങ്ങനെ ഒരു അബദ്ധം പലരും കാണിക്കുന്നുണ്ട്. ചില വ്യക്തികളോടുള്ള ബന്ധത്തിൽ അവർ അഭിഷേകത്തിന് ഭയങ്കര പ്രാധാന്യത കൊടുക്കും. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ, അഭിഷേകം, കൃപാവരം, കൃപാദാനങ്ങൾ, ആത്മീക ശുശ്രൂഷ, അനോയിൻറ്റഡ് മിനിസ്ട്രി, അതിനേറ്റവും പ്രാധാന്യത കൊടുക്കും. അപ്പോൾ തന്നെ ആ ക്യാരക്ടർ ലെവലിൽ, അവരുടെ സ്വഭാവ ആ ഗുണങ്ങളിലൊക്കെ അവർ ഒത്തിരി താഴെ പോയിരിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും. ചിലർക്കങ്ങ് ഭയങ്കര നല്ല സ്വഭാവമായിട്ട്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തങ്കപ്പെട്ട സ്വഭാവമായിട്ട് അവർ ജീവിക്കും. പക്ഷെ ഒരു അഭിഷേകമില്ല. അവർ ചൊവ്വേ ശരിക്കും പറഞ്ഞാൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നത് പോലുമില്ല. പക്ഷെ അവർക്ക് നല്ല ക്യാരക്ടറായിരിക്കും. എൻ്റെ ഒരു ചിന്തയിൽ ഇത് രണ്ടും ഒരുപോലെ ബാലൻസ് ചെയ്യണം. അഭിഷേകവും നല്ല സ്വഭാവവും. ദൈവത്തിൻ്റെ ആത്മാവുള്ള ഒരു വ്യക്തിയിൽ ആത്മാവിൻ്റെ ഫലം ഉണ്ടാകും. ഒരിക്കലും ഒരു വൃക്ഷം ഫലം ഉണ്ടാകാൻ വേണ്ടി കഷ്ടപ്പെടാറില്ല. ആ വൃക്ഷം അതിൻ്റെതായ സമയത്ത് ആ ഫലം കൊടുത്തിരിക്കും. തെങ്ങാണെങ്കിൽ തേങ്ങ വന്നിരിക്കും, പ്ലാവാണെങ്കിൽ ചക്ക വന്നിരിക്കും, മാവാണെങ്കിൽ മാങ്ങ പിടിച്ചിരിക്കും. അപ്പോൾ ആ വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് അറിയാനായിട്ട് കഴിയും. ഇതുപോലെ തന്നെയാണ് പരിശുദ്ധാത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തിയുടെ സ്വഭാവം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് നിശ്ചയമായിട്ടും ആ ഫ്രൂട്ട് നമുക്ക് കാണാനായി കഴിയും. പ്രിയപ്പെട്ടവരെ,